ചെറുപുഴ ആയന്നൂർ ശിവക്ഷേത്രം ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി തെക്കിനിയേടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഉത്സവ ദിവസങ്ങളിൽ വിവിധ പൂജകൾ നടക്കും. ഏപ്രിൽ 19 ഞായറാഴ്ച രാവിലെ 10-ന് ചെറുപുഴ അയ്യപ്പക്ഷേത്രത്തിൽ നിന്നു കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെടും. വൈകിട്ട് നിറമാല, ദീപാരാധന, ആചാര്യവരണം. രാത്രി 8-ന് കൊടിയേറ്റം. 8:30-ന് പാടിയോട്ടുചാൽ സരസ്വതി വിദ്യാലയത്തിന്റെ ഭക്തിഗാനമേള. 9:30-ന് പാടിയോട്ടുചാൽ അയ്യപ്പക്ഷേത്രം മാതൃസമിതിയുടെ ഫ്യൂഷൻ തിരുവാതിര. തിങ്കളാഴ്ച രാത്രി 9-ന് പാടിയോട്ടുചാൽ സരസ്വതി വിദ്യാലയത്തിന്റെ ഫ്യൂഷൻ തിരുവാതിര. 9:30-ന് ആയന്നൂർ ശിവക്ഷേത്രം മാതൃസമിതിയുടെ കലാസന്ധ്യ. ചൊവ്വാഴ്ച രാത്രി 9-ന് ചിറ്റാരിക്കാൽ കിരാതേശ്വര ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിര. രാത്രി 9:30-ന് മയൂരനൃത്ത വിദ്യാലയത്തിന്റെ നൃത്തനൃത്യങ്ങൾ. രാത്രി 10-ന് പഞ്ചമൂർത്തി ദേവസ്ഥാനം മാതൃസമിതിയുടെ ഫ്യൂഷൻ ഡാൻസ്. ബുധനാഴ്ച വൈകിട്ട് 7-ന് ശിവപ്രസാദ് മണോളിത്തായിയുടെ തിടമ്പു നൃത്തം. രാത്രി 9-ന് പാടിയോട്ടുചാൽ ശ്രീദുർഗയുടെ ഭജൻസ്. 10:30-ന് ത്രയംബക നൃത്തവിദ്യാലയത്തിന്റെ നടരാജ നടനം. വ്യാഴാഴ്ച രാത്രി 9:30-ന് വയക്കര മൂണ്ട്യ മാതൃസമിതിയുടെ മെഗാ ഫ്യൂഷൻ ഡാൻസ്. 10-ന് കരോക്കെ ഗാനമേള. 24-ന് രാവിലെ 11-ന് ആറാട്ട്, തുടർന്ന് വലിയ കാണിക്ക, കൊടിയിറക്കൽ, കലശാഭിഷേകം, ഉച്ചപൂജ, ആറാട്ടുസദ്യ. ഉത്സവ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും. മഹാദേവന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൻ്റെ ഉത്സവം സമാരംഭം കുറിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 17-ന് തുടങ്ങുന്ന ഉത്സവം ഏപ്രിൽ 24 വരെ വിവിധ പൂജാതി കർമ്മങ്ങളും അതോടൊപ്പം വിവിധ കലാപരിപാടികളും ഉൾക്കൊണ്ടുകൊണ്ട് നടക്കുകയാണ്. ഈ 2 ദിവസങ്ങളിൽ 17, 18 2 ദിവസങ്ങളിലായി ക്ഷേത്രത്തിനകത്തെ പൂജകളും മറ്റു കാര്യങ്ങളും ആണ് നടന്നത്. 19-ാം തീയതി രാവിലെ 10 മണിക്ക് ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന കലവറ നിറക്കൽ ചടങ്ങുകളോടുകൂടി ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് സമാരംഭം കുറിച്ച് ആയന്നൂർ ശ്രീ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയാണ്. അതോടൊപ്പം തന്നെ വൈകുന്നേരം ഉത്സവത്തിൻ്റെ സമാരംഭം കുറിച്ചുകൊണ്ട് കൊടിയേറ്റം അരങ്ങേറുകയാണ്. തന്ത്രി ഈശ്വരൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ കർമ്മങ്ങൾ നടക്കുകയാണ്. എല്ലാ മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹ ആശീസ്സുകളും നേടാൻ എല്ലാ ഭക്തജനങ്ങളോടും ഞങ്ങൾ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. 19-ാം തീയതി തൊട്ട് 24-ന് അവസാനിക്കുന്ന ഈ ഉത്സവത്തിൽ 19 തൊട്ട് എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്ക് അന്നദാനം ഉച്ചയ്ക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ആ എല്ലാ അന്നദാന ചടങ്ങിലും അതോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ കർമ്മങ്ങളിലും കലാപരിപാടികളിലും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടെ ഈ ഉദ്യമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.